ഇൻഫിനിറ്റി കാസിൽ മൂവ് ചെയ്തതിന് ശേഷം ഞാനടക്കം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. ദിസ് ഈസ് ദ പീക്ക് ഓഫ് ആനിമേഷൻ. പീക്ക് ഓഫ് ആനിമേഷൻ. അതെന്താ അങ്ങനെ പറയുന്നത്? ദിസ് ഈസ് ദ പീക്ക് ഓഫ് ഫിക്ഷൻ എന്നെന്താ ആരും പറയത്തെ? അല്ലെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ആനിമേറ്റഡ് ഫിലിം എവർ അങ്ങനെയൊന്നും ആരും പറയുന്നില്ലല്ലോ അല്ലേ? ദാറ്റ്സ് ബിക്കോസ് ഡീമൺ സ്ലെയറിൻ്റെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസാണ്, ആനിമേഷനാണ്. കഴിഞ്ഞ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസിൽ ഒരു അസാധ്യ തിയേറ്റർ വാച്ച് ആവുന്നത് അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി കൊണ്ട് മാത്രമാണ്, സ്റ്റോറി കൊണ്ടല്ല. എന്നാൽ വിഷ്വൽസ് കൊണ്ടും ആനിമേഷൻ കൊണ്ടും ഒപ്പം ആരെ സ്റ്റോറി കൊണ്ടും എന്നെ ഞെട്ടിച്ചൊരു ആനിമേ സീരീസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സത്യത്തിൽ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. രണ്ടിനെ പറ്റി സംസാരിച്ചാൽ ലെങ്ത് വല്ലാണ്ട് കൂടും. സോ ഇപ്പോൾ ഇതിനെ പറ്റി പറയാം, മറ്റത് തൊട്ടടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒന്നാമത്തെ ആനിമേ ലോർഡ് ഓഫ് മിസ്റ്ററീസ്. അത്യാവശ്യം ആനിമയൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ പേര് നിങ്ങൾ കേൾക്കാതിരിക്കാൻ ചാൻസ് ഇല്ല. ബിക്കോസ് റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഹൈപ്പ് വാനോളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1400 മുകളിൽ ചാപ്റ്റേഴ്സ് ഉള്ള ഒരു വെബ് നോവലാണ് ലോർഡ് ഓഫ് മിസ്റ്ററീസ്. അതും ചൈനീസ് വെബ് നോവൽസിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ കൂട്ടത്തിൽ ടോപ്പിൽ തന്നെ കിടക്കും, അത്രയ്ക്ക് പോപ്പുലറാണ്. സോ ഇതിൻ്റെ ആനിമേ അനൗൺസ് ചെയ്ത ശേഷം, ശരിക്കും പറഞ്ഞാൽ ഇതിന് ആനിമേ എന്ന് വിളിക്കാൻ പറ്റില്ല, ഡോങ്വ അങ്ങനെ തന്നെ പറയാം. ചൈനീസ് ആനിമേഷനൊക്കെ പൊതുവെ വിളിക്കുന്നത് ഇങ്ങനെയാണ്. ലൈക്ക് ജാപ്പനീസ് ആനിമേഷൻ നമ്മൾ ആനിമേ വിളിക്കില്ലേ, അതുപോലെ. ഇത്രയും ഹൈപ്പുള്ള ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വലിയ വേൾഡ് ബിൽഡിംഗ് ഒക്കെ വേണ്ട ഒരു ഐറ്റത്തിൻ്റെ ആനിമേ. സത്യം പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് വർക്ക്. ഇത്രയും ഹിറ്റായിട്ടുള്ളൊരു നോവലിൻ്റെ ആനിമേ ആ നോവലിനേക്കാൾ ഹിറ്റാക്കാൻ ഇറക്കിയിരുന്നു 100% ഷുവർ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നോവല് ഭയങ്കര ഡീറ്റെയിൽഡാണ്. സോ സ്റ്റാർട്ടിംഗ് ഒക്കെ കുറച്ച് വലിച്ചിട്ടിട്ടുണ്ട്. ഫസ്റ്റൊക്കെ ലാഗ് പ്രതീക്ഷിച്ച് ആനിമേ കാണാനായിരുന്നു എനിക്ക് കിട്ടിയത്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. നോവൽ പോലെ വലിയ വലിച്ചിട്ടും ഒരുപാടൊന്നുമില്ല, ക്രിസ്പ് ആൻഡ് ഷാർപ്പ്. അതോ മിസ്റ്ററീസൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട്. പക്ഷേ സാധാരണ ആനിമേ കാണുന്ന പോലെ ദയവേത് നിങ്ങളിത് കാണരുത്. ഇതിൻ്റെ ഓരോ എപ്പിസോഡും 30 മിനിറ്റിലധികം ഉണ്ട്. അങ്ങനെ 12 എപ്പിസോഡുകളാണ് ഇപ്പോൾ ഇറങ്ങിയ ഫസ്റ്റ് സീസൺ. അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിനുള്ളത്. അതായത് ഫസ്റ്റ് തന്നെ നിങ്ങളൊരു വലിയ പ്രശ്നത്തിനിടയിലേക്കായിരിക്കും കൊണ്ടുപോയിടുക. എക്സ്പ്ലനേഷൻ ഒന്നും തരില്ല. സ്റ്റോറി പോകെ സിറ്റുവേഷനും സറൗണ്ടിങ്സൊക്കെ ആ ക്യാരക്ടറിനെ മനസ്സിലാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ തുടങ്ങുന്ന ഒരു മിസ്റ്ററി ഫീൽഡ് ജേണിയാണ് ലോർഡ് ഓഫ് മിസ്റ്ററീസ്. കഥ ഞാൻ അത്ര ഡീറ്റെയിൽ പറയുന്നില്ല, ഫ്രഷ് ആയിട്ട് തന്നെ കണ്ടുപോക്കുക, കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. സ്റ്റോറിക്കൊപ്പം തന്നെ ആനിമേഷനും ആക്ഷൻ സെറ്റ് പീസസിനൊക്കെ ആനിമയിൽ നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാ എപ്പിസോഡിലും നല്ല ഹെവി ഫൈറ്റ്സ് ഉണ്ട്, അതും നല്ല വെടിപ്പായിട്ട് ആനിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആനിമേഷൻ്റെ കാര്യം പറഞ്ഞാൽ 2D 3D ബ്ലെൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലിവർ 3Dയിൽ ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല, മാരകം. ഈ ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടി ക്യാമറ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന കുറേ ഷോട്ട്സ് ഒക്കെ ഉണ്ട്. ചെറിയ സാധനങ്ങൾ തുടങ്ങി ഈ ദൂരെ ബ്ലറായി കാണുന്ന ബിൽഡിങ് വരെ ഇവർ കിടിലൻ ഡീറ്റെയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആനിമേഷൻ ഫ്ലോനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ് വരുന്ന ഓരോ എപ്പിസോഡും ഏകദേശം 3000 ഫ്രെയിംസിലാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു ലെവൽ മനസ്സിലാക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സോളോ ലെവലിങ്ങിലെ ഓരോ എപ്പിസോഡും ഏകദേശം 17000 ഫ്രെയിംസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 17000ൻ്റെയും 30,000ൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ല. ലിറ്ററലി പറഞ്ഞാൽ ബട്ടർ സ്മൂത്ത് ആനിമേഷൻ. ഇനി ഞാൻ ഈ പറഞ്ഞൊക്കെ കേട്ട് ചാടിക്കറി ഇത് കാണാനിരിക്കുന്നവരോട് ഒരു കാര്യം, സ്റ്റോറിയുടെ ആനിമേഷനൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ബട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണമെന്ന് പറയാൻ കാരണമുണ്ട്. 1, ഏതൊരു നല്ല കഥയും പോലെ ഈ കഥയും ബിൽഡ് ചെയ്ത് തരാൻ കുറച്ച് സമയം എടുക്കും. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ചില സമയത്തൊക്കെ ഒന്ന് ഇത്തി ചിന്തിക്കേണ്ടി വരും. 3, ഇറ്റ്സ് ഇൻ ചൈനീസ്. അതിനോ ചൈനീസ് ലാംഗ്വേജ് വിത്ത് ഇംഗ്ലീഷ് സബ് കുറച്ച് പണിയാണ്. അതും സ്റ്റോറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. പക്ഷേ ഒരു എപ്പിസോഡെങ്കിലും നിങ്ങൾ ചൈനീസ് ലാംഗ്വേജിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ എന്ത് കാണുന്നതിലും അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇൻഫിനിറ്റി കാസിൽ വളരെ മാരക ആനിമേഷനാണ് ഇതിലെന്ന് വിചാരിച്ച് മാത്രം ആരും ഇത് കാണാൻ പോകരുത്. ഞാൻ ക്ലിയറായി പറയാം, ദിസ് ഈസ് 100% സ്റ്റോറി ഡ്രിവൺ ആനിമേ വിത്ത് നെക്സ്റ്റ് ലെവൽ ആനിമേഷൻ ആൻഡ് വിഷ്വൽസ്. ലോർഡ് ഓഫ് മിസ്റ്ററീസ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി കാണാത്തവർ കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ രണ്ടാമത്തെ മാസ്റ്റർ പീസ് ആനിമേ ഏതാണെന്ന് അറിയുന്നവർ അതും കൂടെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോ ഉടനെ വരും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു Kelvin's POV.